എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡേ വ്ളോഗുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗണേശ് ചതുർത്ഥി കൂടിയാണല്ലോ, വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ആഘോഷമാണ്, നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കും വിനായക ചതുർത്ഥിയെല്ലാം. നമ്മുടെ കേരളത്തിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നല്ല പോലെ ആഘോഷിക്കും കേട്ടോ. വിനായക ചതുർത്ഥി നല്ലപോലെ ആഘോഷിക്കും. നോർത്തിലെല്ലാം വളരെ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷം തന്നെയാണ് വിനായക ചതുർത്ഥി. ഏറ്റവും കൂടുതലായിട്ട് മഹാരാഷ്ട്രയിലാണ് ഇത് ആഘോഷിക്കുന്നത്. എങ്കിലും ഇവിടെയൊക്കെ ഈ കൊറോണ കാരണം കുറച്ച് കുറവാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കൊറോണയുടെ മുന്നെയൊക്കെ ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇതിൻ്റെ പ്രതിഷ്ഠകളൊക്കെ വെച്ചിട്ട് 2-3 ദിവസം മുന്നേ തന്നെ തുടങ്ങും കേട്ടോ. ഭയങ്കരമായിട്ട് പാട്ടും എല്ലാം വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ ചെയ്യും കുട്ടികൾ. എന്നിട്ട് സ്പെഷ്യലായിട്ട് ഗണപതിനെ അതായത് പ്രീതിപ്പെടുത്താനുള്ള ഒരു ഇതാണ്, സെലിബ്രേഷൻ തന്നെയാണ്. അവിടെ കുട്ടികൾക്കെല്ലാം സ്കൂളിന് അവധിയായിരിക്കും കേട്ടോ. ഈ വിനായക ചതുർത്ഥി ആകുമ്പോൾ പൊതുവേ ഇപ്പോൾ പിന്നെ കൊറോണ ആയതുകൊണ്ട് സ്കൂളെല്ലാം ഒഴിവാണല്ലോ. പക്ഷേ ഇവിടെ വലിയ കുട്ടികൾക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 10, 11, 12 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക്, എൻ്റെ ചെറിയ മോൾക്കൊക്കെ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പൊതുവേ വിനായക ചതുർത്ഥിക്ക് അവധിയാണ്. ഞങ്ങൾ 3 കൂടി ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ എന്നാൽ ആയി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ കണ്ടുവല്ലോ അല്ലേ. അവിടെ ഗണേശൻ്റെ അമ്പലമായിരുന്നു. ഇനി ഞങ്ങളിവിടെ വന്നാർപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിവജീൻ്റെ അമ്പലത്തിലാണ്. അതായത് ശിവജീൻ്റെ അമ്പലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ജംഗ്ഷനിൽ തന്നെയാണ് ഇത് വന്നാർപേട്ട് എന്ന് പറഞ്ഞത്. തൊട്ടടുത്തുള്ളതാണ് കേട്ടോ, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അമ്പലങ്ങളും ഇതിൻ്റെ ചുറ്റുപാട് തന്നെയായിട്ട് നിരവധി അമ്പലങ്ങളുണ്ട്. ഞാനിവിടെ കടയിൽ കയറിയതാണ്, 1-2 സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോണ വഴിക്കുള്ള ഒരു ദേവീക്ഷേത്രം ഉണ്ട് പോണ വഴിക്കിൽ. അപ്പോൾ ആ ദേവീക്ഷേത്രമാണ് ഇത് കേട്ടോ. ഇവിടെയും എല്ലാ അമ്പലങ്ങളിലും ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് സ്പെഷ്യൽ തന്നെയാണ് പൂജയെല്ലാം. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, ഇവിടെ ഗണേശൻ്റെ വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പടി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും കേട്ടോ. ഗണേശ ചതുർത്ഥിക്ക് ഇതുപോലെ ബിംബങ്ങളുണ്ടാവും ഗണപതിയുടെ. ഈ ബിംബങ്ങൾ ആളുകൾ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് 3 ദിവസമോ 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമൊക്കെ പൂജ ചെയ്തിട്ട് അവരടുത്തുള്ള നദിയിൽ 3-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം 7-ാമത്തെ ദിവസമൊക്കെ ആയിട്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതൊന്നും നമുക്ക് അന്യമായ കാര്യങ്ങളാണ്, നമുക്കറിയില്ല കേട്ടോ. കേരളത്തിലുള്ളവർക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ചു. പിന്നെ ഒന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വെറുതെ കുറച്ച് പായസം ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പായസം, അമ്പലത്തിലെല്ലാം കിട്ടുന്ന ശർക്കര പായസം, അരിയും ശർക്കരയും തേങ്ങയും
കൂട്ടിയുള്ള പായസമാണ് ഉണ്ടാക്കിയത്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ, ഈസി ആയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യല്. വേറെ നോർമലായിട്ട് ചോറും കറിയും സാമ്പാറും എല്ലാം ഉണ്ടാക്കി. ഇന്നത്തെ ഈ ഗണേശ് ചതുർത്ഥീൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ വരാം. ടിൽ ദാൻ ബൈ.